ഹലോ ടീമേ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ കരിമീനാണ് കേട്ടോ. പക്ഷേ കരിമീൻ എനിക്ക് വെട്ടാൻ അറിയില്ല അമ്മച്ചി, എന്താ ചെയ്യാ? അതിനൊരു കാര്യം ചോദിച്ചു. ഇവിടെ ബെനീഷിന്റെ കൂടെ അത് നന്നായിട്ട് വെട്ടും. ഇത്തിരി പണി പഠിക്കട്ടെ. അതെ അതെ അതെ, അത് സാരമില്ല. എന്തായാലും കരിമീൻ വെട്ടിട്ട് പുറത്തു പോയാൽ മതി അല്ലേ? അത് തന്നെ. ആ സാരങ്ങളെ പഠിപ്പിച്ചത്. മത്തി വെട്ടാൻ അറിയാം, ചൂടമീൻ വെട്ടാൻ അറിയാം, ചെറിയ മീനില്ലേ അമ്മച്ചി? ചൂടമീൻ എനിക്ക് അറിഞ്ഞൂട. നമ്മ സാര മീനായിരിക്കും ചൂടെന്ന് പറഞ്ഞ കുഞ്ഞു മീനായിരിക്കും. കിളിമീൻ എന്താ? ചുവന്ന മീനില്ലേ, ചെങ്കലവ, അത് വെട്ടാൻ അറിയാം. പിന്നെ വെട്ടണം അല്ലേ? കൊച്ചേട്ടാ വിളിച്ച സുരേഷ് പോയി. വെട്ടിക്കോളൂ. ഇതുണ്ട ചെറുതൊക്കെ ഇങ്ങനെ വെട്ടിക്കളയണം. സുഖമാണ് കരിമീൻ വെട്ടാൻ വേണ്ടി. കരിമീൻ ഇങ്ങനെ മേടിക്കാറുണ്ടോ? ഞങ്ങള് മേടിക്കാറില്ല, ഞാൻ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇതുണ്ട്, ഈ മുള്ളു വെട്ടുമ്പോഴേ ഇവിടുന്ന് ഇങ്ങനെ വെട്ടണം. നല്ല മൂർച്ചയുള്ള അത്രയാണെങ്കിൽ പെട്ടെന്ന് പോകും. മീനൊക്കെ കട്ട് ചെയ്യാൻ അറിയാലോ? പിന്നെ എനിക്കറിയാം, എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ. ഇതുണ്ട്, നോക്കിയേ, മുള്ളു കരിമീൻ ചെത്തിയെടുക്കണവരുടെ ഉണ്ട് ഇപ്പോൾ. അല്ലാത്ത മീൻ ചെത്തിയെടുത്ത് തന്നെ ചെത്തിയെടുത്ത ടേസ്റ്റ് കുറയും. അതുകൊണ്ടാ ഇത്ര ഉള്ള പരിപാടി. അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്യണ്ടേ? ഇതാ തലേ, അതിന്റെ തോലല്ല. ഇതണ്ട, ഇതെന്താ ഞാൻ ഉണ്ടാക്കിയെടുത്തതാ. പല വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഇത്തിരി വിഷയത്തിലുണ്ട്. 2-3 ഓരോ ചാർജ് കണ്ട വെച്ചിട്ട് കരിമീൻ വെക്കുക. ആ പിന്നെ ഇതെന്താ ഫ്രൈ ചെയ്യാനാണോ കറി വെക്കാനാണോ? ഫ്രൈ ചെയ്യാനാണോ നമുക്ക്? ഫ്രൈ ആണോ വറുക്കാനാണോ? ഇതേണ്ട, സിമ്പിളല്ലേ? അതാരാ സിമ്പിളാണ്, സിമ്പിൾ ഹമ്പിൾ. ഇതേണ്ട, ഇത് വെച്ചിട്ട് ഉറച്ചാൽ മതി. ഇതേണ്ട, ഇത് സ്ക്രൂ ആണ്. ഇപ്പോൾ സ്ക്രൂ ഇതിന്മേൽ കൊള്ളുമ്പോഴേ ഈ ചെതമ്പൽ കംപ്ലീറ്റ് പോകും. ഞാൻ പിന്നെ ഒരു ദിവസം പഠിപ്പിച്ചു തരാം, എനിക്ക് സമയമുള്ളപ്പോൾ. സ്വന്തമായിട്ട് ഒന്നും ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ചെയ്യണ്ട. പിന്നെ നമ്മൾ കുടലൊക്കെ കളയണത് തലയൊക്കെ എല്ലാ മീനിൻ്റെ തല കളയണ പോലെ തന്നെ സിമ്പിളായിട്ടും ടേസ്റ്റുള്ള മീനാണ് കരിമീൻ. ചേട്ടാ, ഈ കരിമീൻ്റെ റെസിപ്പി എങ്ങനെയാ? ഞാൻ വെക്കുന്ന പോലെ വെച്ചാൽ മതിയോ? കരിമീൻ വെച്ചിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ നീ വേറെ എന്തെങ്കിലും മീൻ വെക്കണ വെക്ക്. ടേസ്റ്റ് ഉണ്ടാവോ? പിന്നെ ടേസ്റ്റ് ഉണ്ടാവൂലേ? ഞങ്ങൾ വെക്കണത് നമ്മുടെ ഫോളോവേഴ്സ് കണ്ട് മടുത്ത്. ഇനി നീ നിന്റെ ശൈലി ഒന്ന് വെക്ക് കേട്ടാ. നോക്കാം. മീനൊക്കെ വെട്ടാൻ അറിയാലോ ചേട്ടനെ? നന്നായിട്ട് വെട്ടിട്ടുണ്ടല്ലോ. ഇത് സ്ഥിരം വെട്ടിക്കേട്ടാ. സ്ഥിരം വെട്ടണം. നിനക്കറിയാലോ? എനിക്കറിയാവുന്ന മീൻ മാത്രം ഞാൻ വെട്ടും, അറിയാത്ത മീൻ ചേട്ടനും വെട്ടണം. അതായത് എനിക്ക് പണിക്കൊന്നും പോവാതെ ഞാൻ വീട്ടിൽ തന്നെ മീൻ വെട്ടണം. അത് വേണ്ട, വീട്ടിലുള്ളപ്പോ മാത്രം ചെയ്താ മതി. അതെ, അമ്മച്ചിക്കും അറിയാം മീൻ വെട്ടാണ്ട്. നിനക്കറിയാൻ അമ്മച്ചിയോട് പറഞ്ഞാൽ മതി. വലിയ മീനൊന്നും അമ്മച്ചിക്ക് പറ്റൂല, ചെറിയ ചെറിയ മീനൊക്കെ അമ്മച്ചി വെട്ടിത്തരും. പിന്നെ ഇതെല്ലാം പഠിക്കാൻ നമുക്ക്. ഇതല്ല, ഇത് നോക്കിയേ, ഇത് ഞാൻ വറുക്കാൻ വേണ്ടി എടുത്തേക്കണേ. നല്ല അടിപൊളി പീസാക്കിയിട്ട്. കൊള്ളാലോ. ഇതായിരിക്കാന്നറിയാമോ? ആർക്കാ? നിന്റെ വീട്ടിൽ നിന്ന് വരുന്നില്ലേ അപ്പയൊക്കെ, അവർക്ക് വേണ്ടിയാണിത്. എന്നെ കൊണ്ടുപോകാൻ പറ്റൂലേ, കഴുകാൻ കട്ടെ. ഇത് നമുക്ക് ഉച്ചക്ക്. ഇത് ആർക്കൊക്കെയാ പറയേ? ഇത് ഇത് വലുത് നിനക്ക്, ഇത് അമ്മച്ചിക്ക്, ഇത് കൊച്ചേട്ടക്ക് 2 എണ്ണം. കൊച്ചേട്ടന് ചെറുത് മതിയോ? കൊച്ചേട്ട കഷ്ണിച്ചായിക്കോളൂ. ഇത് 2 എണ്ണം എനിക്ക്. അമ്മച്ചിക്ക് അല്ല, അമ്മച്ചിക്ക് നിനക്കും മുഴുവനായിട്ട്. ആയിക്കോട്ടെ. അപ്പൊ നീ വെക്കൂലേ? ഞാൻ വെച്ചോളാം, എന്റെ സ്റ്റൈലില്. നിന്റെ സ്റ്റൈലിൽ ഇഷ്ടാവോ? പിന്നെ ഇഷ്ടാവൂലേ? അപ്പൊ ഞങ്ങള് കരിമീൻ കറി ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പൊ അമ്മച്ചിയാണ് ഉണ്ടാക്കുന്നത്. അമ്മച്ചി പറഞ്ഞു തരും, ഞാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയാലോ അമ്മച്ചി? ചട്ടി വിടാറുണ്ടോ? വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്ര മതിയോ? കിട്ടും. മതിയോ? ഇത് ചൂടായിട്ട് എന്താ ചെയ്യാ? ഉള്ളി
ഉള്ളി ഇടട്ടെ? ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇട്ടു. കടുക് ഇടൂല ഇതിനകത്ത്? ഇല്ല, കടുകില്ല. മാറിക്കട്ടോ. അമ്മച്ചി മാറിക്കോ, മാറിക്കോ. അത് കൊടുത്തിട്ടൊന്നുമില്ല. മുഖം മാറ്റിക്കോട്ടാ. ഉപ്പിട്ടു കുറച്ച് മുരിഞ്ഞിട്ട് തട്ടി പാത്രം. അപ്പൊ എപ്പോഴും ഇതിടുന്ന ഇഞ്ചിയും പച്ചമുളക് ഇടുന്ന എപ്പോഴാണ്? പച്ചമുളക് അത് ആ ഇത്രയും കളറായാൽ മതി അമ്മച്ചി? ബ്രൗൺ ആയാൽ മതി? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ചെമ്മീനല്ല, എന്താണിത്? പേര് മറന്നുപോയി. മീനിന്റെ പേര് മറന്നുപോയി. മുളക് പൊടി എടുക്കട്ടെ? ആ ദേ അടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇടട്ടെ അമ്മച്ചി? പച്ചമുളകും കൂടി ഇട്ടട്ടെ? ചെറുതോ കറിവേപ്പില ഇടട്ടെ? കറിവേപ്പില ലാസ്റ്റ്. മുളക് പൊടി ഇട്. ഒന്ന് കുറയ്ക്കാം. മുളക് പൊടി ഇട്ടോ ഇടട്ടെ? അതും കൂടി ആകുമ്പോൾ ലയിച്ചോളൂ. എന്താ പറ്റി? മുളക് പൊടി ഇട്ടോ, അത് മുറിയുമ്പോൾ മുളക് പൊടി മുറിഞ്ഞോളൂ. മല്ലിപ്പൊടി ഇടണ്ടേ അത് കഴിഞ്ഞിട്ട്? മല്ലിപ്പൊടി പിന്നെ ഇടുക? ആ ഞങ്ങൾ ഇടാറുണ്ട്, ഇവിടെ ഇടാറില്ലല്ലേ? ഇടട്ടെ? ഒന്ന്, രണ്ട്, നാല് ഇടട്ടെ? മതിയോ? മതിയോ? മഞ്ഞപ്പൊടി ഇടല്ലേ? മഞ്ഞപ്പൊടിയും കൂടി ഇടാം. മഞ്ഞപ്പൊടി ഇടണത്. ആ മഞ്ഞപ്പൊടി ഇടാറുണ്ട്. അമ്മച്ചി പറഞ്ഞേ മല്ലിപ്പൊടി ഇടാറില്ല. തിളപ്പിച്ചാൽ മല്ലിപ്പൊടി ഇടാറ്. അതിന് വേപ്പില ഇട്ടോ? നന്നായിട്ട് ഇളക്കിയിട്ട് വേപ്പില ഇട്ടു കേട്ടോ. ഞങ്ങളവിടെ കറിവേപ്പില എന്നാ പറയുന്നത്. കറിവേപ്പില. വെറും വേപ്പിലക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ. വേപ്പില പൊടി പൊടിയായി അരിഞ്ഞിടണം. എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വേസ്റ്റ് ഒന്നും പാത്രത്തിൽ പാടില്ല. ആണോ? അതാണ് എൻ്റെ കറിയുടെ പ്രത്യേകത. മതിയാവും അമ്മച്ചി? വെള്ളം ഒഴിക്കട്ടെ? ഇല്ല, ഇത്തിരി കൂടി വിടട്ടോ. മുളകും പൊടിയും ഉള്ളിയും കൂടി വിടണം. വരിഞ്ഞോ? ആ അമ്മച്ചിക്ക് ചേട്ടന് ചുമ വന്നു. എനിക്കും ചുമ വരുന്നു. പിരിയമ്പൊടി ഇട്ടാലേ ഒന്ന് കളർ ഉണ്ടാവുമല്ലോ. എടുക്കണം പിരിയമ്പൊടി. 1 സ്പൂൺ പിരിയം മുളക് ഇടുന്നു. ഒരു കൂടി ഇട്ടോ? 1 സ്പൂണും കൂടി ഇട്ടിട്ടോ? ആ മുളക് പിരിഞ്ഞ ഇത്തിരി വെള്ളം ഒഴിച്ച് വെച്ചോ. കുറച്ച് വെള്ളം ഒഴിക്കാം അല്ലേ? കരിമീൻ പുളി 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 ഇടണം. ദേശം കൊടംപുളി ഇട്ട് വെച്ചാ നല്ല ചെമ്മീൻ കറി. ചെമ്മീൻ കറി അയില, അയില കരിമീൻ. കരിമീൻ പൊരിച്ച് പാട്ട് പാടാൻ പറ്റുമോ? കരിമീൻ പൊരിച്ചതുണ്ട്, പിന്നെ അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളി ഇട്ട് വെച്ചാ നല്ല ചെമ്മീൻ കറി. പിന്നെ കരിമീൻ വെച്ചിട്ട് പാട്ടും കൂടി ഉണ്ട്. എനിക്കറിയില്ല. കുമ്പളങ്ങിക്കടലില് കരിമീൻ കഴിച്ചോ, കണ്ണമാലി കടലില് കണമ്പ് വന്നോ, കണ്ടക്കടലിലെ കടവ് കണ്ടോ. അമ്മ പാടിയതാണ്. കടയില് കട്ടൻ കുടിച്ചോ ടീമേ. ആദ്യമായിട്ട് കറി വെച്ചതാണ്. നല്ല ചുമ. കരിഞ്ഞു പോയാ അമ്മച്ചി? ഇല്ല ഇല്ല, കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതില് എന്താ ഇടാൻ? പുളി ഇടാട്ടോ. കൊടംപുളി നിങ്ങളവിടെ പറയണ? കൊടംപുളി, ഓട്ടുപുളി എന്ന് പറയില്ലേ? ആ ഒട്ടുപുളി എന്ന് പറയും. ഇടുവാണേ.
തിളക്കണ്ടേ അമ്മച്ചി ഇത്? അതിനെ തിളക്കട്ടെ വെച്ചാൽ ഇളക്കി ഇളക്കട്ടെ. തീ ഇത്തിരി കൂട്ടാം. വേണ്ട ഉപ്പിട്ടാ? സാവധാനം ഉപ്പിട്ടില്ല, ഉപ്പിട്ടോന്നാ? കുറച്ച് ഉപ്പിട്ട്. ഉള്ളിയിട്ടപ്പോ ഇത്തിരി ഉപ്പിട്ടില്ലേ? ഇട്ടായിരുന്നു. നോക്കിയിട്ട് ഇട്ടാ മതി. പോരെ? ആ തിളച്ചോട്ടല്ലേ? തിളക്കടാണ്ട് മീനിടാം. ഈ തിളപ്പിക്കല് ഞങ്ങള് ഈ ഒരു കരിമീൻ തിളപ്പിക്കലും കൂട്ടി എനിക്ക് തോന്നുന്നു ഒരു 500 പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. മൂടി വേണ്ടേ? മൂടിയോ? ആ മൂടിയല്ല, അടപ്പ്. അടപ്പാ? കത്തിക്കണതാണല്ലോ അടപ്പ് അല്ല, അല്ലേ അമ്മച്ചി? ഇപ്പൊ മൂടിയിടണ്ട ഇതിനാ അടപ്പെന്നാ പറയുന്നത്. അടപ്പ് അതാ അടപ്പ് വെച്ചു. അതേ തിളച്ച സ്റ്റൗ അല്ലേ? സ്റ്റൗ അടപ്പ്. അപ്പൊ തിളച്ചോട്ടാ. ഓക്കെ, അതിനെ മൂടി വെക്കണോണ്ട് മൂടി എന്നാ പറഞ്ഞു. ആ മൂടി വെച്ചു അമ്മച്ചി. അത് തിളച്ച് പാത്രത്തിൽ പിടിക്കും. ഏത് പാട്ടാ? ഇപ്പൊ പാടി ആയില്ല. അയല പൊരിച്ചതുണ്ട്, കരിമീൻ. ലിറിക്സ് അറിയാൻ പാടില്ല. ഒന്നുകൂടി പാട് അമ്മച്ചി. അത് അമ്മച്ചി പാടണ്ട, പാടണ കേക്ക് ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞേക്ക്. കിടക്കണ് പാട്ടോട്. ലിറിക്സ് അറിയത്തില്ല, കൂടെ പാടി. അയല പൊരിച്ചതുണ്ട്, കരിമീൻ കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളി കറിയുണ്ട്, പിന്നെ തുമ്പപ്പൂ നിറമുള്ള തുമ്പപ്പൂ നിറമുള്ള നല്ല ഒന്നുമില്ല. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ ചുടനെ. ഉപ്പിലിട്ട മാങ്ങയുണ്ട് രാജേഷ്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം അല്ലേ? ഇട്ടോളൂ. പതുക്കെ പതുക്കെ പതുക്കെ. അത് കറക്റ്റ് വെച്ചല്ല, എന്നാ ഒരെണ്ണം മാറ്റി വെച്ചു. അപ്പൊ ഞാൻ അതുപോലെ കൊടുക്കാറുണ്ട്. ചാറ് കുറവാന്നത് കമന്റ് ചെയ്യരുത്. ഇത് കുറച്ച് കഴിയുമ്പോ ചാറ് ഇരട്ടിയാവും. മീൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. മൂടി വെച്ചത് കാണിച്ചേ. വെള്ളം ഒഴിച്ചോ ആ മൂടി വെച്ചോ. വെള്ളം ഒഴിച്ചോ. വെള്ളം ഒഴിക്കണ്ട അമ്മച്ചി. ഇത് തുറന്നു കഴിയുമ്പോൾ നല്ല ചാറുണ്ടാവും. ഐസിനല്ലേ സാമ്പാറാവൂലേ. മൂടി വെച്ചോ. അടിപൊളി. നമുക്ക് തിളച്ച് കഴിയുമ്പോൾ അടുപ്പിലാട്ട് ഇട്ടും കഞ്ഞി കിടാം. അപ്പൊ കരിമീനൊന്നും വെന്ത് പറ്റല്ലേ? വെന്ത് പറ്റാൻ നമുക്കൊരു പാട്ട് പാടിയാലോ? പാടാലോ. എന്റെ പാട്ടല്ല കേട്ടാ. കൊല്ലം ഷാഫിക്കിനെ അറിയോ? അറിയാം. കൊല്ലം ഷാഫിക്ക് എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര, ഞാൻ കൂടുതൽ മാപ്പിളപ്പാട്ടിന്റെ കേസറ്റൊക്കെ വെച്ചാൽ കൊല്ലം ഷാഫിക്കയുടെയാണ്. പിന്നെ ഈ ഇടക്ക് വീണ്ടും 20 വർഷത്തിന് മുമ്പുള്ള പാട്ടൊക്കെ ഭയങ്കര വൈറലായ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാർ മാജിക്കിൽ ഭയങ്കര അടിപൊളി മെമ്പറാണ്. വർഷങ്ങളോളം വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കോളേജ് പരിപാടിക്ക് പോയപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയില്ല പാട്ട്. ഇപ്പോൾ ഭയങ്കര ബിസിയാണ് ആള്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് പട്ടുടുത്ത്. അറിയോ? ചെറുതായിട്ട് അറിയാം. പാടി നോക്കിയാലോ? പാടാലോ. മുണ്ടുടുത്തെന്ന് പറഞ്ഞ കേട്ടോ. മുണ്ടുടുത്താ? മുണ്ടുടുത്ത് എൻ്റെ മുന്നിൽ പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ, നീ മുത്തുമാല തൊട്ട് വെച്ചതാക്കു വേണ്ടി, സ്വപ്നം കണ്ട് സ്വർഗം തീർത്ത ഹൽവിൽ നീ ഇഷ്ടമാകെ കാത്തു വെച്ചതാക്കു വേണ്ടി. ചൊല്ലു താര എന്റെ താര, ചൊല്ലു ടീമേ എന്റെ ടീമേ, പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ, നീ മുത്തുമാല തൊട്ട് വെച്ചതാക്കു വേണ്ടി. ചേട്ടാ എനിക്ക് കിട്ടുന്നില്ല. കിട്ടണ്ട. ഷാഫിക്കൊക്കെ മാത്രം പാടാൻ പറ്റുള്ളത്. അറിയാൻ തോന്നുന്നുണ്ടോ ഇപ്പൊ? മുണ്ടെടുത്ത് മുന്നിൽ വന്നു വരണം. എന്നാലേ മുന്നിൽ വന്ന ടീമേ. പട്ടുടുത്ത് വന്ന ടീമാകുമ്പോ മുണ്ടെടുത്ത് മുന്നിൽ വന്ന ടീമേ. ആ വെന്തിട്ടുണ്ട്. വെന്ത് പോയാലേ കഴമ്പുണ്ടാവില്ല.
വേണ്ട ഉപ്പുണ്ട് പുളിയുണ്ട് നമുക്ക് നോക്കിയാൽ മതി 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 നോക്കി. അങ്ങനെ ഇട്ടോ മണമുണ്ട് മണമുണ്ട് അമ്മച്ചിക്ക് ഇപ്പം മടിയാ നോക്കാണ്ട് അപ്പോൾ കറി കുറച്ചെടുത്ത് കൊടുക്കണ്ടേ സ്വല്പം ഉപ്പ് വേണം അല്ലേ ചുറ്റിക്കണം സ്വല്പം ഉപ്പ് വേണം അല്ലേ കുറച്ച് ഉപ്പ് വേണം ചേട്ടാ, കുറച്ച്. ഇത്തിരി ഉപ്പ് വേണം ചുറ്റിക്കാനാ പറഞ്ഞ ഒരു പ്രാവശ്യം ചുറ്റിച്ചതാ. ഇത്തിരി ഉപ്പ് വേണം ഉപ്പുണ്ട് മതി നല്ല ഉപ്പുണ്ട്. കഴിക്കുമ്പോൾ ഉപ്പുണ്ടെന്ന് പറയാം ഉപ്പില്ല, കുറച്ച് ഉപ്പ് വേണം. കുറച്ച് ഉപ്പ് വേണം. ഇട്ടോളാം. ഇത് വേപ്പില, കരിവേപ്പില. ഇവര് പറഞ്ഞ അങ്ങനെ ഇടല്ലേടാ കഷ്ണിച്ചെടി കരിവേപ്പില. കരിവേപ്പില പാത്രത്തിലൊക്കെ വേസ്റ്റ് വരുവേ വേസ്റ്റ് ഉണ്ടാവില്ല ചുറ്റിക്ക് കരിവേപ്പില ഇട്ടല്ലേ ചുറ്റിച്ചോളൂ. ചുറ്റിക്കാൻ ഇഷ്ടമല്ലേ? ശരിക്കണം. എന്നാ കറി കൊടുക്കും ഇവിടെ കയ്യിൽ തന്നെ എടുക്കട്ടെ. അവിടെ കഴിക്കാൻ കാത്തിരിക്കണേ ആരാധിക്കണം ചെയ്യും കൊച്ചേട്ടൻ. കൊച്ചേട്ടൻ. നീ കൊച്ചേട്ടാന്ന് വിളിച്ചാൽ മതി കേട്ടാ. ആ സൂപ്പർ. കൊണ്ട് കൊടുത്തോ ഇന്ന കേട്ടാന്ന് ചോപ്പാകട്ടെ ചോപ്പാ കേട്ടാ ഓക്കെ. ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് കഴിച്ചാലാ? എന്ത് കൂട്ടി കഴിക്കാൻ ചോറായിട്ടില്ലേ? ആയിട്ടില്ല ചോറ് വെക്കണേയുള്ള ഞങ്ങളെ വന്നപ്പോ താമസിച്ചു കേട്ടോ, അതുകൊണ്ട് ചോറ് വെച്ചിട്ടില്ലായിരുന്നു. അതെ മൂന്നര കൂടെ പുറത്ത് പോയത്. ഗ്യാസ് വെച്ചെന്ന് ചോറിപ്പാകാൻ ഗ്യാസ് തീർന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വന്നിട്ടാണ് രണ്ട് ഗ്യാസ് എടുക്കുന്നത്. ഞങ്ങൾ ഒരെണ്ണം കായ് ഗ്യാസ് കൊണ്ട് ഒരെണ്ണം നിറച്ച ഗ്യാസ്. നിറ ഗ്യാസ് ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ചോറ് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. കറിയേക്കാളും സൂപ്പറാണ് എപ്പോഴും വെക്കുന്ന പോലെ തന്നെ. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.